Welcome to Machinery World. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ രീതിയിലും കൂടി പരമായി അതായത് മൾട്ടി മൾട്ടിപർപ്പസ് യൂസാണ്. ഇത് ഞങ്ങളൊരു മൾട്ടിപർപ്പസ് ഡ്രയറാണ്, ഇലക്ട്രിക്കൽ ഡ്രയറാണ്. ഇലക്ട്രിക്കൽ ഉണ്ട്, ഫയർ വുഡുണ്ട്. രണ്ട് മോഡലിൽ അവൈലബിൾ ആണ്. അതായത് രണ്ട് ഫ്യൂവലും യൂസ് ചെയ്യാവുന്നതുണ്ട്, സിംഗിളായിട്ടുള്ളതുണ്ട്. ഇതിപ്പോൾ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഇലക്ട്രിക്കൽ ഡ്രയറാണ്. ഇലക്ട്രിക്കൽ ഇത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റും? പൾസസോ അങ്ങനെ എന്തൊക്കെ ഇതിനകത്ത് നമുക്ക് എന്താ പറയുന്നത്, ഭൂമിക്ക് മേളിൽ സൂര്യന് താഴെയുള്ള ഏത് സാധനം ഏത് സാധനം കൊക്ക, തേങ്ങ, നമ്മുടെ ഫ്രൂട്ട്സുകളെ, അതുപോലെ ആയുർവേദിക്സ്, ബീഫുകളെ, ഇറച്ചി, മീനെ, ഏത് സാധനം നമുക്ക് സൂക്ഷിച്ച് കാലങ്ങളോളം അതാണ് ഈ പോർട്ടബിൾ ടൈപ്പാണ്. ഇത് ഏറ്റവും കുറഞ്ഞ വാട്ട്സാണ് നമ്മൾ മാറ്റുന്നത്. ഇത് 600 വാട്ട്സാണ്. നമ്മളിതിന് യൂസ് ചെയ്യുന്നത് ഇലമെൻ്റ് സിസ്റ്റം. പോയിന്റ് സിസ്റ്റം അല്ല, ഇലമെൻ്റ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഇത് 3 മോഡലിൽ അവൈലബിൾ ആണ്. പെയിൻറ്റഡ്, പൗഡർ കോട്ടഡ്, SS. ഇതിപ്പോൾ കാണുന്നത് പൗഡർ കോട്ട് മോഡൽ. ഇതിൻ്റെ അപ്രോക്സിമേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 35,000 ആണ്. 35, 42, 48 അങ്ങനെ സൈസ് അനുസരിച്ച് റേറ്റ് മാറ്റുന്നത്. ഓക്കെ. നമ്മുടെ ഈ പൾവറൈസിൽ സ്റ്റാർട്ട് ചെയ്തത് 46 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. പല മോഡലുണ്ട്. പൾവറൈസിൽ നമുക്ക് ഏകദേശം ഒരു 10-60 മോഡൽ പൾവറൈസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് ഒരു കൂടുതലായിട്ട് പോകുന്നത് കുതിർന്ന അരി പൊടിക്കാനും ഗോതമ്പ് പൊടിക്കാനുമായിട്ടുള്ള ഒരു മോഡലാണ് ഈ കാണിച്ചത്. അതായത് അരി ഗോതമ്പിന് ഈ മോഡലിനും മറ്റും വേറൊരു മോഡലുണ്ട്. സിംഗിൾ ഫേസ് വീട്ടിൽ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വെച്ച് ബന്ധിപ്പിക്കാവുന്ന സിംഗിൾ ഫേസ് മിഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ലല്ല, വീടിൻ്റെ അകത്ത് വെച്ച് ചില 3 ഫേസ് കിട്ടാത്തടത്ത് സിംഗിൾ ഫേസ് തന്നെ അതിൻ്റെ നമുക്ക് വീട്ടിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. ഈ മെഷീൻ ഇത് വരുമ്പോൾ നമുക്ക് 90,000 ആണ് ഹോസ്പിറ്റൽ ഉപയോഗിക്കുന്നത് വരുന്നത്. ഇത് സ്റ്റാർട്ടിങ് വരുന്നത് 8 കിലോ നെയ്യ്, 8 കിലോ നെയ്യ് എടുക്കാവുന്ന മോഡലാണ്. പിന്നെ ഇതിൻ്റെ മേലിൽ 10 കിലോ ഉണ്ട്, 12 കിലോ ഉണ്ട്, 15 കിലോ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ബേസ് മോഡൽ. അതായത് സ്റ്റാർട്ടിംഗ് മോഡൽ. പിന്നെ വാറണ്ടി എത്ര കൊടുക്കുന്നു? എല്ലാം 1 ഇയർ വാറണ്ടി. 1 ഇയർ അതായത് റീപ്ലേസ്മെന്റ് വാറണ്ടി അല്ല, 1 ഇയർ സർവീസ് വാറണ്ടിയാണ്. നമ്മുടെ മിഷനുകൾക്ക് ഒരു 99% കമ്പനിയിൽ തരില്ല. 100% കൂടിയതിന് ശേഷം നമ്മൾ ഇവിടെ കമ്പനിക്കുന്ന സാധനം നമ്മൾ ഡെലിവറി കൊടുക്കുന്നു. അതുപോലെ ട്രയൽ നോക്കിയാണ് ഈ വേറെ 24 hours ഫുള്ള് വർക്ക് ചെയ്യിച്ചിട്ടാണ് മെഷീൻ സെയിൽ. ഓക്കെ. ഇപ്പോൾ ഇതിൻ്റെ റൈസ് വാഷർ അരി കഴുകാനുള്ള നമ്മൾ ക്യാബിന്, അതുപോലുള്ള ഏത് പർപ്പസിന് അരി കഴുകി ഉപയോഗിക്കുന്നതിനുള്ള റൈസ് വാഷർ, അരി കഴുകുന്ന ഏത് പർപ്പസിന് ഉപയോഗിക്കാം. ഇത് അരി മാത്രമല്ല, ഗോതമ്പ് കഴുകാം, മല്ലി കഴുകാം, ഉഴുന്ന് കഴുകാം, ഇതിനെല്ലാം ഇത് ഉപയോഗിക്കുന്നു. അതായത് അല്ല അല്ല, ഇത് ചെറുതാണ്. ഇത് 25 kg, 50 kg, അതിന് ശേഷം 70 kg ആൾക്കാർ അത് 6,000 ആണ് ഇതിൻ്റെ വില. എല്ലാം 304 ആണ്. ചെരിച്ചെടുക്കുന്ന മോഡൽ അതിൽ പല മോഡലിലുണ്ട്. മോഡലുകൾ വെന്റിലേറ്ററുണ്ട്, ട്രീറ്റിംഗ് വെന്റിലേറ്ററുണ്ട്, ഇൻസ്റ്റന്റ് വെന്റിലേറ്ററുണ്ട്. ഈ വെന്റിലേറ്റർ 5 ലിറ്ററുണ്ട്, 10 ലിറ്ററുണ്ട്, 20 ലിറ്ററുണ്ട്. അങ്ങനെ സൈസും ഇത് പൊട്ടറ്റോ ഇതാണ്. ഇതിൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ നമ്മൾ ഉരുളക്കിഴങ്ങ്, അതുപോലെ ഉരുണ്ടിരിക്കുന്ന ഏത് സാധനത്തിൻ്റെ പുറത്ത് തൊലി കളയാൻ ഇത് ഉപയോഗിക്കാം. ഓപ്പൺ ചെയ്യുന്ന സാധനം ഡിസ്ചാർജ് ഇത് വരുമ്പോൾ 38,000 ആണ്. ഇത് 1 HP മോഡൽ, 10 kg കപ്പാസിറ്റി. മോഡലാണ്. മോഡൽ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽ, റൗണ്ടും ആവൻസ്
ആ. കിർലോസ്കർ. ഈ 3 ബ്രാൻഡ് നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടർ. അതായത് നല്ല ക്വാളിറ്റി മോട്ടോഴ്സ്. അതുള്ളൂ. അതായത് ബ്രാൻഡ് ക്വാളിറ്റി മോട്ടോഴ്സ്. ഇത് ഇത് ആ ഗ്രേസിന്റെ ആ സാറേ ഈ മെഷീനെ നമ്മുടെ ഡൊമസ്റ്റിക് ആണോ അതോ ഇൻഡസ്ട്രിയൽ ആണോ? ഇത് പൊട്ടറ്റോ പീലറാണ്. ഓക്കെ. ഇത് നമുക്ക് സാധാരണ ഇൻഡസ്ട്രിയിലാണ്, അതായത് ഹോട്ടല്, ആ. ക്യാൻറ്റീൻസ് ആ. അങ്ങനെയുള്ളവരാണ് ഇത് കൂടുതലായിട്ട് ഓക്കെ, ഓക്കെ. ധൈര്യമായ ടെൻഷൻ ഓക്കെ, ഓക്കെ. കൊടുക്കുന്ന അത് സൈഡാണ് കൊടുക്കുന്നത്. ആ. ഇത് 1 HP മോഡൽ കപ്പാസിറ്റി ഉള്ളതാണ്. 1 HP. ഓക്കെ. ഇത് നമ്മൾ ഇതിലെ പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്നു. ഡിസ്ചാർജ് നമുക്ക് ഇതിനെയാണ് വരുന്നത്. ഔട്ട്പുട്ട് പൊട്ടറ്റോ മാത്രമല്ല, ഇതിനകത്ത് നമ്മുടെ മരച്ചീനി മരച്ചീനി പറയാൻ പറ്റുന്നില്ല, റൗണ്ട് അല്ല. റൗണ്ടായിട്ട് പാർട്ടികൾ വരുന്ന ഓർക്കയുണ്ട്, നമ്മുടെ ബീട്രൂട്ട് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തെടുക്കാം. ഇത് സിംഗിൾ ഫേസ് മോട്ടറാണ്. സിംഗിൾ ഫേസ്. ഇത് നമ്മുടെ ഒരു ടിൽറ്റിംഗ് വെന്റിലേറ്റർ. ഓക്കെ. ടിൽറ്റിംഗ് വെന്റിലേറ്റർ നമുക്ക് ഇതിൻ്റെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഹാർഡായിട്ടുള്ള സ്റ്റോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെരിച്ച് നമുക്ക് ഇങ്ങോട്ട് ഡിസ്ചാർജ് ചെരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഔട്ട്പുട്ട് ഗ്രൗണ്ട് മെറ്റീരിയൽ നമുക്ക് ബോർ ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ ഫിൽ ചെയ്യാൻ പറ്റും. നമുക്ക് സാധനം ഡിസ്ചാർജ് ചെയ്ത് നമുക്ക് സാധനം എടുക്കാൻ പറ്റും. ഇതിനൊക്കെ ഹോട്ടൽ റെസ്റ്റോറൻറ്റ്, ഹോസ്റ്റലുകള്, ഹോസ്പിറ്റലുകള് ഇപ്പം ദോശമാവിൻ്റെ ഒരു ട്രെൻഡാണ്. ആ. ഒരു മായവും ചേർക്കാതെ ഇന്ന് മാർക്കറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ദോശമാവ്. ഓക്കെ. ദോശമാവിനകത്ത് എന്ത് ചേർത്താലും ആ ദോശയുടെ ക്വാളിറ്റി നഷ്ടപ്പെടും. അതുമല്ല അതിന് സെൽഫ് ലൈഫ് വളരെ കുറവാണ്. ഒരു ദിവസം പിറ്റേ ദിവസം കൊണ്ട് തീരണം. അതുകൊണ്ട് ഇപ്പൊ അറിയാവുന്നവരെല്ലാം ഇപ്പൊ ദോശ ആണ് വൈകിട്ട് 2 പാക്കറ്റ് മേടിച്ചുകൊണ്ട് പോവാം. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിന്റെ ഒരു മേഖല ചില വികസിച്ച് വരികയാണ്. വികസിച്ച് വരും. അപ്പൊ അതിനുവേണ്ടി കൂടുതലായിട്ട് ഇപ്പൊ ദോശമാവ് ഒരു 10 കട പിടിക്കുന്ന ഒരു ചെറിയ വീടിന്റെ അടുക്കള വെച്ച് സെർവ് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. അതായത് സിംഗിൾ ഫേസ് ആണ് വീടിന്റെ അടുക്കള വെച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ദോശമാവ് സപ്ലൈ കിറ്റിലാക്കി കൊടുക്കാം. പാക്കറ്റ്